മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കുറിച്ച് പഠിക്കാൻ നിയമിച്ച ഹേമ കമ്മീഷൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ശേഖരിച്ചത്. ആ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് മിനി സ്ക്രീനിൽ, അതായത് ടെലിവിഷൻ മേഖലയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. നിർമ്മാതാക്കൾക്ക് വഴങ്ങാത്ത നായികമാരെയും സഹനടിമാരും നേരിടുന്നത് ക്രൂരമായ പീഡനങ്ങൾ. മാനസികമായും ശാരീരികമായുള്ള പീഡനങ്ങളാണ് അവർ ഏറ്റുവാങ്ങുന്നത്. കേരളത്തിലെ ഒരു മുൻനിര ചാനലിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സീരിയലിൽ നടിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങൾ. ആ സീരിയലിൽ തുടരണമെങ്കിൽ തനിക്ക് വഴങ്ങണമെന്നും ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും നീക്കുമെന്നുമായിരുന്നു നിർമ്മാതാവിന്റെ ഭീഷണി. പലതവണ ഒഴിഞ്ഞു മാറിയെങ്കിലും അയാൾ നടിയെ വിടാതെ പിന്തുടർന്നു. ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ റൂമിലുള്ളപ്പോൾ ഭക്ഷണം പോലെ എത്തിക്കാതെയും പ്രതിഫലം നൽകാതെയും ഇയാൾ ക്രൂരത തുടർന്നു. ഒടുവിൽ സഹികെട്ട നടി ചാനൽ അധികൃതരെ വിവരം അറിയിക്കാൻ ഒരുങ്ങുകയാണ്. ആ സീരിയലിലെ ഒരു നടിയെ മാത്രമല്ല നിർമ്മാതാവ് നോട്ടമിട്ടത്, സഹതാരങ്ങളെയും ഇയാൾ വരുതിയിലാക്കാൻ ശ്രമിച്ചു. ഫോണിലൂടെയും നേരിട്ടുമാണ് ഇയാൾ ശല്യം ചെയ്യാറുള്ളത്. ലൊക്കേഷൻ എത്തിയാൽ ലൈംഗിക ചുവയോടെയുള്ള സംസാരവും നോട്ടവുമാണ് നേരിടുന്നതെന്ന് താരങ്ങൾ പറയുന്നു. ചിലരെ ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും യാത്ര പോകാമോ എന്ന് ചോദിച്ചാണ് സമീപിച്ചത്. തനിക്ക് വഴങ്ങിയാൽ അടുത്ത സീരിയലിലും നടിക്ക് തുടരാമെന്നും പ്രതിഫലം കൂട്ടി നൽകാമെന്നുമാണ് വാഗ്ദാനം. ശല്യം സഹിക്കാവയ്യാതെ ആയപ്പോൾ താരങ്ങൾ കൂടെയുള്ള സഹപ്രവർത്തകരെ വിവരം അറിയിച്ചു. എന്നാൽ വില്ലൻ നിർമ്മാതാവായതിനാൽ അവരെല്ലാം നിസ്സഹായരായി. ഷൂട്ടിങ്ങിനായി മേക്കപ്പ് ഇട്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് പോകാൻ നേരത്തും നിർമ്മാതാവ് ഫോൺ വിളിച്ച് യാത്ര പോകാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് തങ്ങളുടെ അഭിനയത്തെയും ബാധിക്കാറുണ്ടെന്ന് നടിമാരും സഹതാരങ്ങളും പറയുന്നു. ചാനലിലെ ഉന്നതരെല്ലാം തനിക്കൊപ്പമാണെന്നും അതിനാൽ അവിടെ ചെന്ന് പരാതി പറഞ്ഞാൽ തനിക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും ഇയാൾ സമീപിച്ച നടിമാരോടെല്ലാം ഭീഷണിപ്പെടുത്തി. ഇതുകൂടി കേൾക്കുന്നതോടെ നടിമാരെല്ലാം ഭയന്ന് പിന്മാറുകയാണ് പതിവ്. നേരത്തെ കേരളത്തിലെ കുടുംബ സദസ്സുകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സീരിയലിലെ നടൻ കൂടിയായിരുന്നു ഈ നിർമ്മാതാവ്. ആ സമയത്ത് ഇതേ നിർമ്മാതാവ് നിർമ്മിച്ച സീരിയലിലെ നായികമാരെയും ഇത്തരത്തിൽ ശല്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. തനിക്ക് വഴങ്ങണമെന്ന നായികയോട് പലവട്ടം ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു. ഒടുവിൽ ഇയാളുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ നായിക അഭിനയം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയി. ഇതിനു പിന്നാലെ സഹനടിയെയും നിർമ്മാതാവ് ശല്യം ചെയ്യാൻ തുടങ്ങി. ഇതേ ആവശ്യങ്ങളായിരുന്നു അവർക്ക് മുന്നിലും വെച്ചത്. വഴങ്ങാതിരുന്ന സഹതാരത്തിന് പ്രതിഫലവും കൃത്യമായി നൽകാനോ ഭക്ഷണം നൽകാനോ ഈ നിർമ്മാതാവ് തയ്യാറായില്ല. ഒടുവിൽ സഹനടിയും അഭിനയം നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയമിച്ചത്. അതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പ്രമുഖ നടന്മാരടക്കമുള്ളവർക്കെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സിനിമാ താരങ്ങൾ നൽകിയിട്ടുള്ളത്. ഇതേ രീതിയിലാണ് ഇപ്പോൾ ടെലിവിഷൻ മേഖലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് വിവരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച വിവാദങ്ങൾ പൊടിപൊടിക്കുമ്പോഴാണ് മിനി സ്ക്രീനിലും അത്തരം സംഭവങ്ങൾ ഉണ്ടെന്ന വിവരം പുറത്തു വരുന്നത്. എല്ലാ സിനിമാ ലൊക്കേഷനുകളിലും ആഭ്യന്തര പരാതി പരിഹാര സമിതി വേണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇപ്പോൾ അത് ചില സിനിമാ ലൊക്കേഷനുകളിൽ നടപ്പാക്കി വരുന്നുണ്ട്. ICC സംവിധാനം സീരിയൽ രംഗത്തും ഉറപ്പാക്കണമെന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ആവശ്യം താരങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.